ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 18-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിധേയമാകുന്നത് ദൈവമായ കർത്താവ് നൽകിയ 10 കൽപ്പനയിലെ 7ഉം 10ഉം കൽപ്പനകളാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 15-17 തിരുവചനങ്ങൾ ഈ 2 കൽപ്പനകളുണ്ട്. ഒന്ന്, മോഷ്ടിക്കരുത് എന്ന കൽപ്പനയും, അതേപോലെ തന്നെ അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അവിടെ അന്യന്റെ കാളയോ കഴുതയോ അന്യന്റെ ഭവനമോ ഒന്നും മോഹിക്കരുത് എന്ന് തമ്പുരാൻ പറയുന്നുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒന്ന് മോഹം എന്നുള്ള ലോക വസ്തുക്കളുടെ മേലുള്ള മോഹത്തെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു ചിന്ത തരികയാണ്. കാരണം ഇത് 1-ാമത്തെ കൽപ്പനയായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മോഹം എന്ന പാപം കടന്നു വരുമ്പോൾ, ലോകവസ്തുക്കളുടെ മേലുള്ള മോഹം എന്ന പാപം കടന്നു വരുമ്പോൾ അത് ദൈവത്തെ കഴിഞ്ഞ് ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ലോക വസ്തുക്കളെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ സമ്പത്തിനെ കുറിച്ച്, സ്ഥാനമാനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ വീടിനെ കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ ഉയർന്ന ജോലിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ചിന്ത കടന്നു വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തും എന്നുള്ള, ദൈവത്തെ കഴിഞ്ഞ് ഉപരിയായി മാറും എന്നുള്ള ഒരു കാര്യം തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അതേപോലെ തന്നെ ഈ മോഹം തന്നെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരവസ്ഥ, ഇത് നമ്മളെ മോഷണം എന്ന പാപത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലോക വസ്തുക്കളുമേലുള്ള മോഹം ഉപേക്ഷിക്കണം. അതേപോലെ അതുവഴിയായിട്ട് കടന്നു വരുന്ന മോഷണം എന്നുള്ള ഒരു പാപം, ചില വസ്തുക്കളോട് നമുക്ക് അതിയായ ആഗ്രഹം തോന്നും, ചിലപ്പോൾ നമുക്കത് വാങ്ങുവാനായിട്ട് നമ്മുടെ മുമ്പിൽ വഴികളുണ്ടാവില്ല, അപ്പോൾ അത് മോഷണത്തിലേക്ക് കടക്കുന്ന അവസ്ഥ. അതേപോലെ ധനത്തോടുള്ള ഒരുപാട് ആഗ്രഹം കൂടിക്കഴിയുമ്പോൾ അത് നമുക്ക് ലഭിക്കാനുള്ള മാർഗങ്ങളില്ലെങ്കിൽ മോഷണത്തിലേക്ക്, അല്ലെങ്കിൽ പണം മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്ന മേഖലകളുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ 2 പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പാപങ്ങളിൽ വീണു പോകില്ല. ലോകമോഹങ്ങളിൽ, അല്ലെങ്കിൽ സമ്പത്തിനോടും ജോലിയോടും അതേപോലെ മറ്റ് എന്റർടൈൻമെന്റുകളോടും ഒക്കെയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ആർഭാട ജീവിതം അതിനുവേണ്ടിയൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് അതിന് വഴിയില്ലാതെ ആകുമ്പോൾ നാം പലപ്പോഴും മോഷണം എന്ന പാപത്തിലേക്ക് വീണു പോകാൻ സാധ്യത മുൻപിൽ ഉണ്ടാകുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എളിമയിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിയേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന പലതിനെയൊക്കെ മാറ്റിവെക്കേണ്ട ഈ നാളുകളിൽ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. ലോക വസ്തുക്കളിലെ അതിന്മേലുള്ള ആഗ്രഹവും, അല്ലെങ്കിൽ അവയൊക്കെ സമ്പാദിക്കണമെന്നുള്ള നമ്മുടെ മോഹങ്ങളും അധികമായിട്ട് അല്ലെങ്കിൽ അമിതമായി സമ്പാദിക്കണമെന്നുള്ള മോഹമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ, ആവശ്യമായ രീതിയിൽ മാത്രം സമ്പാദിച്ചുകൊണ്ട് കൂടുതലായി വരുന്ന കാര്യങ്ങൾ ദാനധർമ്മങ്ങളിലേക്കും കാരുണ്യ പ്രവർത്തികളിലേക്കും ഒക്കെ മാറ്റിവെക്കുവാനായിട്ട്, അതേപോലെ അവശരെയും അനാഥരെയും അശരണരെയും ഒക്കെ അവരെയൊക്കെ സഹായിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം വിശുദ്ധമാകട്ടെ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കരുണയോടെ സ്നേഹത്തോടെ പരിഗണിക്കാം. ഈശോ നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.